കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ബാർക്കോഴ വിവാദം പീപ്പിൾ ടി വിയാണ് പുറത്തു കൊണ്ടുവന്നത്. KM മാണിക്ക് കോഴ നൽകിയെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 31-ന് പീപ്പിൾ ടി വിയിലൂടെയാണ് ബിജു രമേശ് വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയ കേരളത്തെ ഉഴുതുമറിച്ച ബാർക്കോഴ കേസ് ലോകമറിഞ്ഞത് പീപ്പിൾ ടി വിയിലൂടെയാണ്. 2014 ഒക്ടോബർ 31-ന് പീപ്പിൾ ടി വിയിലെ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെയാണ് ബാർ ഉടമ ബിജു രമേശ് മാണി കോഴ വാങ്ങിയെന്ന ആ കാര്യം പുറത്തുവിട്ടത്. കൊടുത്ത പൈസ ഭണ്ഡാരത്തിലിട്ട പോലെ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് തന്നെന്നാണ് പറയുന്നത്. ബാക്കി 5 കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത്. പിന്നെയും പോയി കണ്ടാൽ പറഞ്ഞ് 5 രൂപ 5 കിട്ടിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് അവരോട്. 5 കിട്ടിയില്ലെന്ന് പറഞ്ഞ് 1 തന്നല്ലോ എന്ന് പറഞ്ഞ് 1 എപ്പോൾ തന്നു എന്ന്. പിന്നെ അവർ ദിവസവും ഡേറ്റും സമയവും എല്ലാം വ്യക്തമാക്കിയാൽ പറഞ്ഞു അതൊക്കെ ചിലവായി പോയില്ലേ. ഇതായിരുന്നു മറുപടി. പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി. ഞാൻ പറഞ്ഞത് ശ്രീ KM മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന്. പീപ്പിൾ പുറത്തുവിട്ട കുംഭകോണ വാർത്ത പിന്നീട് രാഷ്ട്രീയ കേരളവും മാധ്യമലോകവും ഏറ്റെടുക്കുകയായിരുന്നു. അധികാരത്തിന്റെ ശീതളച്ചായയിലിരുന്ന് മാണി നടത്തിയ കോഴക്കഥകൾ ഒന്നൊന്നായി പിന്നീട് പുറത്തു വന്നു. മില്ലുടമകളിൽ നിന്നും ക്വാറി ഉടമകളിൽ നിന്നും പമ്പുടമകളിൽ നിന്നും വരെ മാണി കണക്കു പറഞ്ഞു വാങ്ങിയ കോഴയുടെ കഥകൾ പീപ്പിൾ ടി വി ഒന്നൊന്നായി പുറത്തുവിട്ടു. കേരളമൊന്നാകെ മാണി എന്ന അഴിമതിക്കാരനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടിയും സർക്കാരും കൂട്ടരും മാണിയെ സംരക്ഷിക്കാൻ നടത്തിയ നാണം കെട്ട കളികളും പിന്നീട് മാധ്യമങ്ങളിലൂടെ മലയാളികൾ അറിഞ്ഞു. നിയമത്തെയും ജനാധിപത്യ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ തണലിൽ മാണി 1 വർഷത്തോളം അധികാരത്തിൽ തുടർന്നത്. മാണി അധികാരത്തിലിരിക്കുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുവെന്ന കോടതിയുടെ പരാമർശം ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ജനങ്ങളുടെ ഇതേ ആശങ്ക തന്നെയായിരുന്നു കോഴ വാർത്ത പുറത്തുവിട്ട പീപ്പിൾ ടി വിക്കും ഉണ്ടായിരുന്നത്. അനീതിക്കെതിരെയുള്ള പടവാളാകണം മാധ്യമങ്ങൾ എന്ന തിരിച്ചറിവുള്ള ഉത്തരവാദിത്വപ്പെട്ട ഒരു മാധ്യമത്തിന്റെ ധർമ്മമാണ് പീപ്പിൾ ടി വി ഇവിടെ നിർവഹിച്ചത്. വാർത്തകളിൽ അസത്യത്തിന്റെ ഒരു ചെറുനിഴൽ പോലും വീഴരുതെന്ന മാധ്യമ ധർമ്മത്തിന്റെ വിജയം കൂടിയാണ് ഇത്. പൊളിറ്റിക്കൽ ഡെസ്ക്, പീപ്പിൾ ടി വി ന്യൂസ്.